ലോട്ടറി തൊഴിലാളി യൂണിയൻ CITU കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾ ആഗസ്റ്റ് 5-ന് ജില്ലാ ഭാഗ്യക്കുറി ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് യൂണിയൻ ജില്ലാ സെക്രട്ടറി മടപ്പള്ളി ബാലകൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഓണം ബമ്പർ ലോട്ടറി ടിക്കറ്റിന് ലോട്ടറി ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും നൽകി വരുന്ന കമ്മീഷൻ വെട്ടിക്കുറച്ച നടപടി പുനഃപരിശോധിക്കുക, സമ്മാനാർഹമായതും വിൽപ്പന നടത്താത്തതുമായ ലോട്ടറി ടിക്കറ്റുകൾ ലോട്ടറി ഓഫീസുകളിൽ നിന്ന് മോഷണം പോയതിനും വ്യാജ സമ്മാന ടിക്കറ്റുകൾ ഹാജരാക്കി സമ്മാനത്തുക കൈക്കലാക്കാൻ ശ്രമിച്ചവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ഈ കേരളത്തിലെ സംബന്ധിച്ച് ലോട്ടറി 3 ലക്ഷം തൊഴിലാളികളും അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന 5 ലക്ഷത്തോളം ആളുകളും ഉൾപ്പെടെ 8 ലക്ഷം ആളുകളുടെ ജീവിത മാർഗമാണ്. 1967 സഖാവ് EMSന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ലോട്ടറി ആരംഭിക്കുമ്പോൾ തന്നെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി മറ്റൊരാളുടെ മുമ്പിൽ കൈ നീട്ടാതെ ജീവിക്കാൻ ഒരു തൊഴിലവസരവും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന് വികസന പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ട് കണ്ടെത്തുന്നതിന് കൂടി വേണ്ടിയാണ് ലോട്ടറി ആരംഭിക്കുന്നത്. LDFും UDFും മാറി മാറി പലതവണ ഭരിച്ചു. അപ്പോഴൊന്നും ലോട്ടറി ഈ രീതിയിൽ വന്നില്ല. 1998 വരെ കേരള ലോട്ടറി നിയമവും ചട്ടവും അനുസരിച്ചാണ് ഇവിടെ ലോട്ടറി നടത്തിയത്. 98-ന് ശേഷം ഇത് കേന്ദ്ര നിയമമായിട്ട് മാറി. കേന്ദ്ര ലോട്ടറി റെഗുലേറ്ററി ആക്ട് എന്ന പേരിൽ കേന്ദ്രം ഇതുപോലെ ലോട്ടറി നിയമം കൊണ്ടുവന്നതോടുകൂടി ആദ്യം ഒരു തവണ സേവന നികുതി ഏർപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷെ ആ സേവന നികുതി ഐക്യ ട്രേഡ് യൂണിയനെല്ലാം ഒരുമിച്ചിരുന്ന് എതിർത്ത് കോടതിയിലെല്ലാം പോയി സേവന നികുതി മാറ്റിയത്. അതിനുശേഷമാണ് GST ആയിട്ട് വന്നത്. GST ആദ്യം 12%, പിന്നീട് 18, 28, ഇപ്പോഴത് പരമോന്നതയിൽ 40-ലെത്തിയിരിക്കുക. കേരളത്തിലെ 3.5 ലക്ഷം തൊഴിലാളികളും അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന 8 ലക്ഷത്തോളം ആളുകളുടെ ജീവിതം തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഈ ഘട്ടത്തിൽ നമ്മളിപ്പോൾ കേരളത്തിൽ പുതിയൊരു ഭരണമാറ്റം സംഭവിച്ച ഉടനെ സമരം എന്ന് കേൾക്കുമ്പോൾ ഗവൺമെൻറ് വിരുദ്ധ സമരം എന്ന് തോന്നിപ്പോൾ നമ്മളതല്ല ഉദ്ദേശിക്കുന്നത്. ഓണം ബമ്പർ ടിക്കറ്റ് കഴിഞ്ഞ വർഷം വരെ ഒരു ടിക്കറ്റ് വിറ്റ ഒരു തൊഴിലാളിക്ക് 90 രൂപ കിട്ടിയിരുന്നു. അത് ബമ്പറിൽ മാത്രമേ അങ്ങനെ കിട്ടൂ, അതൊരു അപൂർവമാണ്. പക്ഷേ ഇത്തവണ 28-ൽ നിന്ന് 40% GST ആയാൽ പോലും ആ തുകയും കഴിച്ചാലും ഗവൺമെൻറ്റും കൂടി വില കൂട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു തൊഴിലാളിക്ക് അത് 80 രൂപയായി ചുരുക്കി. ഒരു ടിക്കറ്റിന് 10 രൂപയുടെ കമ്മീഷൻ കുറഞ്ഞിരിക്കുകയാണ്. ഒരു പ്രധാനപ്പെട്ട വിഷയം ഓണം ബമ്പർ ടിക്കറ്റിന് വർദ്ധിപ്പിച്ച വില പിൻവലിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്, ഇവിടെ ഇപ്പോൾ നമ്പർ എഴുതി ചൂതാട്ടം നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. നമ്പർ എഴുത്ത് ചൂതാട്ടം എന്നുള്ളത് കേരള ലോട്ടറിക്ക് സമാന്തരമായി നമ്പർ എഴുതുകയാണ്. ആ നമ്പർ എഴുതുന്നവരെ പലതവണ SP ഓഫീസിൽ കയറി ഞങ്ങളെല്ലാം ഈ ഭാരവാഹികളെല്ലാം കയറി പരാതിയും കാര്യവും കൊടുത്തതാണ്. പോലീസ് നടപടി സ്വീകരിച്ചാൽ വളരെ ലളിതമായതാണ്. 2000 രൂപ പിഴയടച്ചാൽ ഉടനെ തന്നെ അവർക്ക് ഇറങ്ങി വരാം. അതുകൊണ്ട് തന്നെ നിർബാധം നമ്പർ എഴുത്ത് തുടരുകയാണ്. ക്രിമിനൽ നടപടി ചട്ടം ഭേദഗതി ചെയ്ത് ഈ നമ്പർ എഴുത്ത് ചൂതാട്ടക്കാരെ ജാമ്യമില്ലാതെ വകുപ്പ് വെച്ച് അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് യൂണിയന് ആവശ്യപ്പെടാനുള്ളത്. അതുപോലെ ഈ മാസം 5-ാം തീയതി കേരളത്തിൽ മുഴുവനുള്ള സമരം 5-6 തീയതികളായി കേരളത്തിൽ മുഴുവൻ ജില്ലാ ലോട്ടറി ഓഫീസിലേക്ക് സമരമാണ്. കണ്ണൂർ ജില്ലാ ഭാഗ്യക്കുറി ഓഫീസിലേക്ക് CITUവിൻ്റെ നേതൃത്വത്തിൽ 5-ാം തീയതി 12 മണിക്ക് ലോട്ടറി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് 12 മണിക്ക് 11 മണിക്ക് സ്റ്റേഡിയം കോർണർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രകടനവും ലോട്ടറി ഓഫീസ് മാർച്ചുമാണ് നടത്തുന്നത്. മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് CITUവിൻ്റെ ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള ഞങ്ങളുടെ യൂണിയൻ്റെ പ്രസിഡന്റ് കൂടിയാണ് സഖാവ് M സുരേന്ദ്രനാണ്. ആ കാര്യം കൂടി മാധ്യമ സുഹൃത്തുക്കൾ എന്ന നിലയിൽ വാർത്താ സമ്മേളനത്തിൽ സെക്രട്ടറി T പ്രസാദ്, N ദിനേശൻ, P വിജയൻ, PV ശ്രീജ എന്നിവർ പങ്കെടുത്തു. കണ്ണൂർ 1